ഷാബു പ്രസാദ്, അവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിനെ ബുൾഡോസർ രാജ് എന്ന് CPM വിശേഷിപ്പിച്ചു. അവിടെ ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ എ റഹീം പോയി കർണാടകത്തിലെ യഹലങ്കയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമായതുകൊണ്ട് ഇപ്പോൾ ഷാക്കിർ പറഞ്ഞതുപോലെ ഏറിലായി പോയി റഹീം. അതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിൽ ഇടപെടാതെ പോയിട്ടുണ്ടോ റഹീം അവിടെ? ശ്രീ ഷാബു എന്ത് ചെയ്തു? അല്ല, റഹീം എന്ത് ചെയ്തു? അതായത് ഇപ്പം അവിടെ ഒരു വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സാധ്യത മണത്ത് ഇവര് റഹീം പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി. ഇത് തങ്ങൾക്ക് പരിക്ക് പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരെ തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് അവിടെ പോയി. പക്ഷെ അവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയത് റഹീമിനാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അക്കാര്യത്തിൽ, ആ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം CPM-ഉം അദ്ദേഹം അത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനെ പറ്റിയുള്ളത് ഞാൻ ഒരു കാര്യം പറയാം. ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാവരും മലവെള്ളം പോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചോണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാര്യം അൾട്ടിമേറ്റ്ലി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അന്യഭാഷയാണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും അതിൻ്റെ അകത്തൊന്നും അത്ര വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു വിഷയം അവിടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MP ആണ്. CPM-ന്റെ സീനിയർ നേതാവാണ്. എത്രയോ കാലമായി അദ്ദേഹം അവിടെ MP ആയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഭാഷ എന്ന് പറയുന്നത് ഒരു ടാലന്റ് ഒന്നും അല്ല മഞ്ജുഷേ, അതൊരു സ്കില്ല് മാത്രമാണ്. സൈക്കിൾ ചവിട്ടുന്ന പോലെയും ഡ്രൈവിംഗ് പോലെയും ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഭാഷ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത്രയും നാള് ഡൽഹിയിൽ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷാ പരിജ്ഞാനം, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളമല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഒരു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും MP ആണല്ലോ. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചൊരു വിഷമമുണ്ട്. രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. നമുക്കത് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാര്യം ആർക്കും അതിന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പോലും ആവശ്യമില്ല ഒരു ഭാഷയിലുള്ള കാര്യം ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഭാഷയിൽ പ്രാവീണ്യം വേണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ K. കരുണാകരൻ, EK നായനാര്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഔപചാരിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് VS അച്യുതാനന്ദൻ. പക്ഷെ അവർക്ക് നല്ല സുന്ദരമായിട്ട് ഈ ഇംഗ്ലീഷിലും വേണ്ടി വന്നാൽ ഹിന്ദി, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒരു നന്നായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുമായിരുന്നു. ഡൽഹിയിലും എവിടെയും പോയി ദേശീയ തലത്തിലൊക്കെ. ആ ലെവലിലേക്കൊക്കെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP-മാരും ജനപ്രതിനിധികൾ വളരെ പുറകിലാണ്. അത് കേരളത്തിന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ ആ സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ പൈതൃകത്തിനൊക്കെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ റഹീമിനെ കൂടുതലായിട്ടും BJP ഹാൻഡിലുകൾ ശ്രദ്ധിച്ചപ്പോൾ BJP ഹാൻഡിലുകൾ റഹീമിനെ കളിയാക്കുന്നതിന് പ്രധാന കാരണം റഹീം മുൻപ് നടത്തിയ പ്രസ്താവനകളാണ്. റഹീം വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പോലും അതിനെ കളിയാക്കലിന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ കളിയാക്കൽ റഹീം ഏറ്റുവാങ്ങണം, ഈ ട്രോൾ ഏറ്റുവാങ്ങണമെന്ന്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ കാര്യം പറയുന്നു. വടക്കേ ഇന്ത്യയിൽ വിദ്യാഭ്യാസം കുറവായത്, ലിറ്ററസി കുറവായതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് CPM-ഉം അങ്ങനെയാണ്, റഹീമും അങ്ങനെയാണ്. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റഹീമിനെ കളിയാക്കുന്നത് ശ്രീ ഷാബു പ്രസാദ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതായത് ഉത്തരേന്ത്യയിൽ ഒരു കാക്ക ചത്താലും, ഒരു ലൈൻ കമ്പിയിൽ ഷോക്ക് അടിച്ചൊരു കാക്ക ചത്താൽ പോലും ഇവിടെ ഇവരെ പരിഹസിക്കാനും ട്രോളുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ട്രോളുകളും അർഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം തന്നെയാണത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയെ നമ്മുടെ പാർലമെന്റ് മലയാളത്തിൽ സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതാണോ വേണ്ടത് എന്നുള്ളത് ഇപ്പം ഒരുപക്ഷെ ഇപ്പൊ റെജി ലൂക്കോസ് ഇതിനെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റെജി ലൂക്കോസ് പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാം, പക്ഷെ റഹീം അത് പലപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് അത് വഷളാക്കുന്ന കാണാറുണ്ട്. അത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, പരിഹസിക്കാൻ തോന്നാറില്ല റഹീമിനെ. എൻ്റെയും നല്ലൊരു സുഹൃത്താണ് റഹീം, അദ്ദേഹത്തെ പരിഹസിക്കാൻ ഒരിക്കലും തോന്നാറില്ല. പക്ഷെ അദ്ദേഹം അത് പഠിക്കേണ്ടതല്ലേ ഈ വീഴ്ചയിൽ നിന്ന്? ഇങ്ങനെ കളിയാക്കലുകൾ സ്വയം ഏറ്റുവാങ്ങുമ്പോഴുള്ള പ്രശ്നം, അത് മാത്രമല്ല ഉള്ളടക്കത്തിലും ആ ഒരു കൈയടക്കം വെക്കേണ്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഒരു 2 മാസം പോലും വേണ്ട.
എന്നോടാ ചോദ്യം? അതെ അതെ റജി. വളരെ വൈകിയാണ് എനിക്ക് ചോദ്യം. ശരി. സാരമില്ല. ഈ ചർച്ച പടക്കുന്ന രണ്ട് ബഹുമാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ, എനിക്ക് വളരെ ഇഷ്ടമുള്ളവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ ARU എന്ന് പറഞ്ഞ MP എന്തിന്റെ പേരിലാണ് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തത്? ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കേവലം കിലോമീറ്റർ അപ്പുറമുള്ള 5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന ഏതാണ്ട് 180ഓളം വരുന്ന കുടുംബങ്ങൾ, അതിൽ 76% മുസ്ലിം കുടുംബങ്ങളും ബാക്കിയുള്ള ഹരിജനങ്ങളും ഒരു ക്രിസ്ത്യൻ കുടുംബവും. അതിന്റെ ഡേറ്റ കംപ്ലീറ്റ് പുറത്തു വന്നത് കർണാടക സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി കഴിഞ്ഞു. അവരുടെ ഇനിയിപ്പോ ഇവരെന്തെല്ലാം പറഞ്ഞത്, അവരെ പുലർച്ചെ 4 മണിക്ക് അവിടെ വന്ന് വെളുപ്പിനെ 4 മണിക്ക് ബുൾഡോസറുമായിട്ട് വന്ന് ആ കുടുംബങ്ങളുടെ മുഴുവനും ഗർഭിണികളും കുഞ്ഞുങ്ങളും വൃദ്ധരും അടങ്ങുന്നവരെ ആ കൊടും തണുപ്പത്ത് നിരാലംബരായിക്കൊണ്ട് ഇത് മുഴുവൻ ബുൾഡോസറോട് ഇടിച്ചു നിരത്തി ഉത്തർപ്രദേശിൽ കാണുന്നവരുടെ തനിയാവർത്തനം. ഈ ബുൾഡോസർ രാജിനെതിരെ പ്രസംഗിക്കുകയും രാജ്യവ്യാപകമായിട്ട് പലതവണ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവർ ഭരിക്കുന്ന കർണാടകയിൽ ഇതുപോലത്തെ ദുഷ്ടത്തരം ചെയ്തതിന്റെ ന്യായീകരണം എന്താണ്? അവർക്ക് നോട്ടീസ് കൊടുത്തു, അവർക്ക് കൃത്യമായിട്ട് ഇടപെടൽ നൽകി. ഇന്ത്യയിൽ അങ്ങനെ എവിടെയെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അഹമ്മദാബാദ് മുംബൈ എക്സ്പ്രസ് ഹൈവേ, ഡൽഹി എക്സ്പ്രസ് ഹൈവേക്ക് സ്ഥലം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പലരും തടസ്സം നിന്നപ്പോൾ 1689 ദേവാലയങ്ങൾ അദ്ദേഹം ഇടിച്ചു നിരത്തി. ആ ചങ്കുറ്റം കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദൈവവിരുദ്ധനായിട്ട് പറയാൻ പറ്റുമോ? വികസനത്തിന് വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടെ നടന്നത് എന്താ? സ്ക്വയർ ഫീറ്റിന് 10,000 രൂപ വിലയുള്ള എയർപോർട്ടിനടുത്തുള്ള ഈ 5 ഏക്കർ സ്ഥലം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി കർണാടക ഗവൺമെന്റ് ഈ പാവങ്ങളെ 2000 വരുന്ന മനുഷ്യരെ നിരാലംബരാക്കി തെരുവിറക്കി. കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല. അവരുടെ ജന്മാവകാശമായിട്ടുള്ള ഒരു ID മുഴുവൻ കവർന്നെടുത്തോണ്ട് പോയി. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഈ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലും 8ഓളം വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം, റഹീമിന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് അവരെ ചേർത്തടച്ച് അവരുടെ ഭാഷയിൽ, അത് ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭാഷയ്ക്കൊരു പ്രത്യേക ലിപിയൊന്നുമില്ല. ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു മനുഷ്യന്റെ ഭാഷയുണ്ട്. ഞാനൊക്കെ നിരവധി രാജ്യങ്ങളിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് എത്യോപ്യ ഉള്ളതയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യര് അവരുടെ ഭാഷ എന്നാ നമുക്കറിയത്തില്ല. ആ ഭാഷയെ ഞങ്ങൾ സമ്പാദിക്കാറുണ്ട്, സ്നേഹത്തോടു കൂടി സമ്പാദിക്കും. ഞാൻ അതൊക്കെ മംഗളപത്രത്തിൽ എഴുതി എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ 6 രാജ്യങ്ങളിലെ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയുള്ളൂ. 6 രാജ്യങ്ങള്. ഈ 196 അംഗങ്ങൾ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ 6 രാജ്യങ്ങളിലെ ഇതുള്ളൂ, ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായിട്ടുള്ളൂ. നിങ്ങൾ ജർമ്മനിലോ ഫ്രാൻസിലോ സ്പെയിനിലോ എവിടെയും പോകും. ഓസ്ട്രേലിയ പോകും. ഓസ്ട്രേലിയക്ക് പിന്നെ കുറച്ച് അഡ്വാൻസ് ആയതുകൊണ്ട് മാതൃഭാഷ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും. കൂടുതൽ അവർ ജർമ്മനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജർമ്മനിൽ സംസാരിക്കുന്ന ഒറ്റ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ജർമ്മനി കാണാൻ പറ്റത്തില്ല. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ലോക നേതാവ് ഇംഗ്ലീഷ് അറിയത്തില്ല. അതേസമയം ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ജപ്പാനിലെയും പ്രധാനമന്ത്രിമാർ അവരുടെ ലോക്കൽ ലാംഗ്വേജ്